ഐസ് അപ്പോഴത്തേക്ക് ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ബാഹുബലി മൂവിയിലെ കുറച്ച് മിസ്റ്റേക്സാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്പർ 1, ഇപ്പോൾ വേണ്ട ഈ സീനിൽ നോക്കുകയാണെങ്കിൽ ബാഹുബലിൻ്റെ മൂക്കിൻ്റെ തൊട്ട് സൈഡിൽ ഒരു മുറിവുണ്ട്. അത്യാവശ്യം നല്ലൊരു മുറിവാണ്, ബ്ലഡൊക്കെ വരുന്നൊരു മുറിവാണ്. തൊട്ടടുത്ത് ഈ സീനിൽ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു മുറിവ് പോയിട്ട് ഒരു ഇത് പോലും ഇല്ല, പാട് പോലും ഇല്ല, ഗായപ്പ്. അപ്പോഴത്തേക്ക് മിക്കവാറും ആ ബാഹുബലി ആ ഒരു മുറിവെടുത്ത് വീങ്ങിക്കണം. അപ്പം നമ്പർ 2, ഇപ്പം കണ്ട ഈ സീനില്ലേ, ഈ സീനിൽ കുറേ അമ്പ് ബാഹുബലിയും ദേവസേനയോടെ ഇടുന്നുണ്ട്. അതിൽ ഒരമ്പ് കൊള്ളുമ്പോൾ തന്നെ ഓരോ ഭടന്മാരും മരിച്ച് വീഴുകയാണ്. അപ്പോഴത്തേക്ക് ഒരമ്പ് ഒരു മനുഷ്യനെ കൊല്ലാൻ ധാരാളമാണെന്നുള്ള ഡീറ്റെയിലാണ് ഇതിൽ പറയുന്നത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബാഹുബലി മരിക്കാറാവുമ്പോഴുള്ള സീനിൽ ഈ ബാഹുബലിൻ്റെ പുറത്ത് കുറേ അമ്പ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇത്രയും അമ്പ് വീണ് 5-6 അമ്പെങ്കിലും വീണ് കാണും. ഒരു അമ്പ് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ ധാരാളമാണെങ്കിൽ ഇത്രയും അമ്പ് വീണിട്ട് പുള്ളിക്കാരെങ്ങനെ മരിച്ചില്ല? പുള്ളിക്കാരൻ ഇമോർട്ടലാണെന്ന് തോന്നുന്നു. വണ്ടർഫുൾ. അപ്പം നമ്പർ 3, ഇനി കാണിക്കുന്നത് ബാഹുബലി 1-ലൊരു സീനാണ്. ഇപ്പോൾ ഈ പൽവാൾ ദേവൻ്റെ ബാക്കിലൊരു ചെറിയൊരു കാളിൻ്റെ ഒരു വിഗ്രഹങ്ങളൊരു സംഭവം കണ്ടായിരുന്നോ? അതിൽ ആ ഒരു വിഗ്രഹം ആണ് ബാഹുബലി 2-ലും കാണിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം കാണിച്ചുതരാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിങ്കളദേവൻ ഈ ഒരു കുമാരവർമ്മേൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലും വേണ്ട ഈ സെയിം പ്രതിമ വരുന്നുണ്ട്. അതെങ്ങനെ? ഇവരിപ്പോൾ കൊട്ടാരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, എന്നാലും ആ പ്രതിമ അവിടെ വരുന്നുണ്ട്. അതൊരു മിസ്റ്റേക്കാണ്.